ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പിയിൽ റെഡ് വെൽവെറ്റ് സ്പഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം. 1 kg കേക്കിന് പറ്റിയൊരു റെസിപ്പിയാണിത്. നല്ല മോയിസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കാണ്. ഇതേ മെത്തേഡും റെസിപ്പിയും ഫോളോ ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ കേക്ക് ഫ്ലോപ്പ് ആകില്ല. അതുകൂടാതെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പും കിട്ടും. ഈ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. ഒരു ബൗളിൻ്റെ മുകളിൽ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി അരിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് പാല്, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർക്കണം. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് റെഡ് വെൽവെറ്റിനുള്ള കളറാണ്. ഞാൻ കളർ മിസ്റ്റിൻ്റെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കളർ കുറച്ച് മതിയെങ്കിൽ 1 ടീസ്പൂൺ കൊടുത്താലും മതി. റെഡ് കളർ ചേർക്കുന്നത് കാണാൻ ഭംഗിക്കെന്നേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് കളർ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കണം. ഇനി നമ്മൾ വേറൊരു വലിയ ബൗളിലേക്ക് 4 മുട്ടയുടെ വെള്ള എടുക്കുക. ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. ഒരു ബബിൾ വിസ്കോ അല്ലെങ്കിൽ ഇതുപോലൊരു ബീറ്ററോ വെച്ച് നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് വരണം. ഏകദേശം നല്ലൊരു സ്റ്റിഫ് കൺസിസ്റ്റൻസിയിൽ മുട്ടയുടെ വെള്ള പതഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നീട് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതൊരു 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് പഞ്ചസാരയുടെ തരിയെല്ലാം മാറി നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇതിപ്പോൾ 1 കപ്പ് പഞ്ചസാര മുഴുവൻ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഉണ്ണി, 4 മുട്ടയുടെ ഉണ്ണി ഓരോന്നോ അല്ലെങ്കിൽ 2 എണ്ണം വീതം ഇതുപോലെ ചേർത്ത് കൊടുത്ത് അതും വീണ്ടും അടിച്ച് യോജിപ്പിക്കണം. മുട്ടയുടെ ഉണ്ണി ചേർത്തതിന് ശേഷം ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് അതെല്ലാം ഒന്ന് ഒരുപോലെയായി മിക്സായി കിട്ടുന്നത് വരെ മാത്രം മതി. ബാക്കി മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. മൈദയുടെ മിക്സ് ഒന്നും കൂടെ നമ്മൾ വേറൊരു അരിപ്പേ കൂടെ 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബബിൾ വിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പാറ്റില ആണെങ്കിലും മതി, ഇതുപോലെ പതുക്കെ എടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇളക്കി യോജിപ്പിക്കണം. മൈദ മുഴുവനോടെ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്ത് കൊടുത്താൽ കട്ട പിടിക്കും. അപ്പം കേക്കിൻ്റെ മാർദ്ദവം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ വളരെ പതുക്കെ ആണ് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ ജസ്റ്റ് അതൊന്ന് സ്പീഡാക്കിയെന്നേ ഉള്ളൂ. മൈദയുടെ മിശ്രിതം മുഴുവൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആ കളറും പാലും വിനീഗറും എല്ലാം ചേർത്തിട്ടുള്ള മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഒത്തിരി സ്പീഡി ഫോൾഡ് ചെയ്താൽ ആ ബബിൾസ് എല്ലാം പൊട്ടിപ്പോകും, കേക്കിൻ്റെ മാർദ്ദവം നഷ്ടപ്പെടും. ഇനി എല്ലാം ഒരു സ്പാറ്റില വെച്ച് ഇളക്കിയൊന്ന് യോജിപ്പിക്കുക. അടിയിലൊക്കെ വെള്ളം മിക്സ് ആകാൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അവൻ ഞാനൊരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 7 ഇഞ്ചിൻ്റെ 2 പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒറ്റ പാനിൽ ചെയ്താലും മതി. ഇങ്ങനെ 2 പാനിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പും കിട്ടും. അതുപോലെ തന്നെ 4 ലെയേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ആ കൗണ്ടർ ടോപ്പിലൊന്ന് തട്ടിയെടുക്കണം. അപ്പോൾ ഇടയ്ക്കുള്ള ബബിൾസ് ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് പുറത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് നമ്മൾ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ 20 തൊട്ട് 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യാനുള്ള സമയമെടുത്തത്. ഓരോരുത്തരുടെയും അവനനുസരിച്ച് ടൈമിംഗ് ഒരിച്ചിരി 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇതിപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ കേക്ക് പാനിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ അടിയിൽ വേർപ്പടിയും. ഇതിപ്പോൾ കിട്ടിയേക്കുന്ന നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് കേക്കാണ്. നല്ല കളറും വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻസിൽ ചോദിച്ചാൽ മതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.